നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മുനമ്പം സമരത്തോടനുബന്ധിച്ച് കേരളത്തിലെ മെത്രാന്മാരെയും വൈദികരെയും വർഗീയ പ്രചാരകരായി ചിത്രീകരിച്ച മന്ത്രി വി അബ്ദുറഹിമാൻ ക്രൈസ്തവ സമൂഹത്തോട് നിരുപാധികം മാപ്പു പറയണമെന്ന തൃശൂർ, ഇരിങ്ങാലക്കുട, പാലക്കാട്, രാമനാഥപുരം രൂപതകളുടെ സംയുക്ത കൂരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൊടകര സഹൃദയ കോളേജിൽ ചേർന്ന 4 രൂപതകളുടെ മെത്രാന്മാരും കൂരിയ അംഗങ്ങളുമടങ്ങുന്ന പ്രവിശ്യ സമ്മേളനത്തിലാണ് മുനമ്പം തീരവാസികൾ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയത്. സമാധാന ദൗത്യത്തിനിടെ നാസി ഭരണകൂടം വധിച്ച ജർമ്മൻ കത്തോലിക്ക വൈദികനായ ഫാദർ മാക്സ് ജോസഫ് മെറ്റ്സറിനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജർമ്മനിയിലെ ഫ്രൈബർഗ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ക്രിസ്തീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വത്തിക്കാനിലെ ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാൾ കുർട്ട് കോർട്സ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാധാനത്തിനും ക്രിസ്തീയ ഐക്യത്തിനു വേണ്ടിയുള്ള മാക്സിന്റെ പ്രവർത്തനം സ്തുത്യർഹമായിരുന്നുവെന്നും കർദിനാൾ അനുസ്മരിച്ചു. നൈജീരിയയിലെ എനുഗു സംസ്ഥാനത്തെ മേജർ സെമിനാരിയുടെ ശതാബ്ദി ആഘോഷത്തിനിടെ 40 വൈദിക വിദ്യാർത്ഥികൾ ഡീക്കൻ പട്ടം സ്വീകരിച്ചു. 780 വൈദിക വിദ്യാർത്ഥികളാണ് ഇതേ സെമിനാരിയിൽ പഠനം നടത്തിവരുന്നത്. എനുഗു നഗരത്തിലെ ബിഗാഡ് മെമ്മോറിയൽ മേജർ സെമിനാരിയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്കിടെയാണ് 40 സെമിനാരി വിദ്യാർത്ഥികൾ ഡീക്കൻ പട്ടം സ്വീകരിച്ച പൗരോഹിത്യത്തിന് അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇതേ സെമിനാരിയിൽ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന വത്തിക്കാനിലെ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫോർത്തുനാത്തൂസ് നവാച്ചിക്കു തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. 2024 ജോസഫ് റാറ്റ്സിംഗർ പുരസ്കാരം ജാപ്പനീസ് ശില്പിയായ എറ്റ്സുറോ സോട്ടോയ്ക്കും ഐറിഷ് ദൈവശാസ്ത്രജ്ഞനായ സിറിളോ റീഗനും സമ്മാനിച്ചു. നവംബർ 22 വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജാപ്പനീസ് ശില്പി പുരസ്കാരത്തിന് അർഹനാകുന്നത്. 2024 റാറ്റ്സിംഗർ സമ്മാനം പങ്കിടുന്ന ഐറിഷ് ദൈവശാസ്ത്രജ്ഞനായ സിറിൾ ഒ റീഗൻ നോട്ടർഡാം സർവകലാശാലയിലെ സിസ്റ്റമാറ്റിക് തിയോളജി പ്രൊഫസറാണ്. നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ആഗോള ദിനാചരണത്തിനായി പൊന്തിഫിക്കൽ കമ്മിറ്റിക്ക് രൂപം നൽകി ഫ്രാൻസിസ് പാപ്പ. നവംബർ 20 പ്രസിദ്ധീകരിച്ച കയ്യൊപ്പോട് കൂടിയ രേഖയിലാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ പുതിയ തീരുമാനം അറിയിച്ചത്. കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡന്റായി കപ്പൂച്ചിൻ വൈദികനായ ഫാദർ എൻസോ ഫോർത്തുനാത്തോയെ പാപ്പ നിയമിച്ചു. കുട്ടികൾക്കായുള്ള ആഗോള ദിനം പ്രോത്സാഹിപ്പിക്കുക, സംഘടിപ്പിക്കുക, നടപ്പിലാക്കുക എന്നിങ്ങനെയുള്ള ദൗത്യങ്ങളാണ് പ്രധാനമായും കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.